വോട്ടിന് നോട്ട്. കേരളത്തിൽ BJP കോടിക്കണക്കിന് രൂപയാണ് ഒഴുക്കിയതത്രേ. ഇലക്ഷൻ സമയത്ത് വോട്ട് നേടാൻ വേണ്ടിയിട്ടും വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. പൈസ മാത്രമൊന്നുമല്ല, കള്ളും സാരിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ UDFിൻ്റെയും LDFിൻ്റെയും ഒക്കെ തന്നെ ആരോപണം. 10,000 രൂപ, അതായത് ഒരു വോട്ടിന് 10,000 രൂപ വരെ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ. ഏതായാലും നമുക്ക് വാർത്ത ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം. തിരുവനന്തപുരം നേമത്ത് പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് BJPക്കെതിരെ ഗുരുതര ആരോപണമായി LDFും UDFും. ഒരു വോട്ടിന് 15,000 രൂപ വീതം ഗൂഗിൾ പേ വഴി നൽകിയെന്ന് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി ആരോപിച്ചു. മണ്ഡലത്തിൽ NDA പണമൊഴുക്കിയതായി പരാതി നൽകിയിട്ടുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും പ്രതികരിച്ചു. കോടാനുകോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. മദ്യമൊക്കെ തന്നെ ഹോൾസെയിൽ വിലയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. കാശ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. അതായത് ഈ പറയുന്ന UDFകാരും LDFകാരും പൈസ കൊടുത്തിട്ടില്ലെന്നാണോ പറയുന്നത്? പൈസ കൊടുത്തിട്ടില്ലേ? കള്ളത്തരം പറയരുത് കേട്ടോ. പിന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് തെളിവുകളും കൂടി മുന്നോട്ട് വെക്കുക. ഇവരുടെ കയ്യിലൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകും. കേരളത്തിലെ മത്സരിക്കാൻ നിന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും, രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം പൈസ ഒഴുക്കിയിട്ടുണ്ട്. അത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല. BJPയും പൈസ ഒഴുക്കിയിട്ടുണ്ട്, UDFും പൈസ ഒഴുക്കിയിട്ടുണ്ട്, LDFും പൈസ ഒഴുക്കിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ പൈസ ഒഴുക്കിയിട്ടുണ്ട്. പിന്നെ BJP നാഷണൽ ലെവലിലുള്ള പാർട്ടി ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ആക്സസ് ഉള്ളത് കൊണ്ടും അവർ ഒഴുക്കിയേക്കുന്ന തുക കുറച്ചും കൂടി കൂടുതലായിരിക്കും. ബാക്കിയുള്ള പാർട്ടിക്കാരും അവരവരുടെ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പൈസ ഒഴുക്കിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ കൈ നീട്ടി വാങ്ങിച്ചിട്ടുമുണ്ട്. ഈ പൈസ വാങ്ങിക്കുന്ന ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോൾ അവരോട് പറയും ഞങ്ങൾക്ക് പൈസ തന്നു കഴിഞ്ഞാൽ വോട്ട് തരാം എന്ന് പറയുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാമോ? ആ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഇവരെയും കൊണ്ട് ഈ ഒരു ദിവസമേ ഉപകാരമുള്ളൂ, കിട്ടുന്നതാകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ജനങ്ങൾ ഇവരുടെ നോക്കി ഈ 5,000 രൂപയും 10,000 രൂപയൊക്കെ കൈ നീട്ടി വാങ്ങിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പം എന്ത് ജനാധിപത്യം, എന്ത് വോട്ടിൻ്റെ പവർ, വോട്ട് എന്താ പവർ എന്താ എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ മാറി. ആ മൈൻഡ് സെറ്റ് ടോട്ടലി മാറി. ആര് കാരണമാണ്? രാഷ്ട്രീയക്കാർ കാരണമാണ്. കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ പ്രവൃത്തിയും ഒക്കെ ആ രീതിയിലാണ്. ജനങ്ങൾക്ക് മടുത്തു. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോൾ ഉള്ള മുഖമായിരിക്കില്ല ഇവർ ജയിച്ചതിന് ശേഷമുള്ളത്. ഇവർ ജയിച്ചതിന് ശേഷം പല സ്ഥാനാർത്ഥികളെയും കാണാൻ പോലും കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു അഭ്യർത്ഥന ഉന്നയിച്ച് നോക്ക്, നമുക്ക് പട്ടി വില തരത്തുള്ളൂ. അതങ്ങനെയാണ്. ആകെ ജനങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കിട്ടുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സമയമാണ്. അതിന് മുമ്പ് വരെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും സാരിയും പൈസയും 5,000 രൂപയും 10,000 രൂപയും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, കള്ള് കൊടുത്തിട്ടുണ്ടാകും. പലയിടത്തും അത്തരം സ്വാധീനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം സ്വന്തം പാർട്ടിക്കാരെ സ്വാധീനിക്കത്തില്ല, അല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പൈസ കൊടുക്കും. അവരുടെ വോട്ടിനും ആവശ്യമുണ്ടല്ലോ, ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട്, അവർക്കും പൈസ കൊടുത്തിട്ടുണ്ടാകും, ഷുവറാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടി ചെലവാക്കി കളഞ്ഞത് കോടിക്കണക്കിന് രൂപ തന്നെയാണ്. കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് മാത്രം ചെലവാക്കി കളഞ്ഞത് കോടിക്കണക്കിന് രൂപയായിരിക്കും. പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളോ കൃത്യമായിട്ടുള്ള രേഖകളോ ഒന്നും നമുക്ക് കാണത്തില്ല. ഇതെല്ലാം നമുക്ക് നിഗമനം നടത്താൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടാകും, ഇല്ലെന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ആര് സത്യസന്ധമായിട്ടൊന്നും അല്ല ഈ ഒരു ഇലക്ഷനെ സമീപിക്കുന്നത്. ഇവിടെ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാമോ? കാരണക്കാരാരാണെന്നറിയാമോ? നമ്മൾ ജനങ്ങളാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് വീഡിയോ ഇട്ട പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ കാരണക്കാർ ജനങ്ങളാണ്. നമ്മൾക്ക് ഈ ജനാധിപത്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും അറിയത്തില്ല, ബോധമില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യമാണോ? ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കായിരിക്കും ആധിപത്യം. ജനങ്ങളുടെ കയ്യിലാണ് പവർ. എല്ലാ പവറും ഇരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്, ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്, ഇതാണ് ഈ ജനാധിപത്യത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എത്ര പേരാണ് ഈ ജനാധിപത്യം, ഡെമോക്രസിയെ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്?
യൂസ് ചെയ്യുന്നില്ല ആരും. ഇവിടെ ഇപ്പോൾ ജനാധിപത്യമല്ല നടക്കുന്നത്. ഇവിടെ ആരുടെ ആധിപത്യമാണ്? പൊളിറ്റീഷ്യൻസിൻ്റെ, രാഷ്ട്രീയക്കാരുടെ ആധിപത്യമാണ്. രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ചരട് വലിക്കുന്നതിനൊത്ത് ചലിക്കുന്ന പാവകളായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. ഇലക്ഷൻ വരുന്ന സമയത്ത് പല റൂമേഴ്സും പല വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിവാദങ്ങളൊക്കെ ചുമ്മാതെ പൊട്ടിമുളയ്ക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ല, ഈ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വരുന്ന വിവാദത്തിന് പിന്നിൽ ഒരു പക്ഷേ അപ്പുറത്തുള്ള പാർട്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരിക്കും. രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളും ഈ വിഷയങ്ങളും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറും. ആരെ വിശ്വസിക്കണം, ആരാണ് ശരി എന്നറിയാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ജനങ്ങൾ. ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന ഇവൻ പാർട്ടിയിലുള്ള വർഷങ്ങളായിട്ട് ഒരു പാർട്ടിയെ തന്നെ ഫോളോ ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിൽ പോലും, സാധാരണക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ പോയി നമ്മൾ അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തോന്നുന്നത് പോലെ കുത്തും, തിരിച്ചു വരും. അതാണ് നമ്മുടെ വിഷയം. നമ്മൾ കുഞ്ഞിലേ മുതലേ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടാകും, ഒന്നെങ്കിൽ ആ പാർട്ടിക്ക് കുത്തും. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന ഒരു മരീചിക, കുറേ നാടകങ്ങൾ, ആ നാടകങ്ങളൊക്കെ കണ്ട് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കൺഫ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ കുത്തും. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും ജനാധിപത്യമാണോ നടക്കുന്നത്? രാഷ്ട്രീയക്കാർ ആധിപത്യം. രാഷ്ട്രീയക്കാരെ എഴുതി വെച്ച ആ ഒരു സ്ക്രിപ്റ്റിനൊത്ത് നമ്മൾ നാടകം കളിക്കുന്നു. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ പകടെ എഴുതുന്നു, നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അതല്ലാതെ വേറെ ഒന്നുമല്ല നടക്കുന്നത്. നമ്മൾ എപ്പോഴാണോ മാറാൻ തയ്യാറാകുന്നത്, ജനങ്ങൾ എപ്പോഴാണോ മാറാൻ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ. അപ്പോഴേ ഇതൊക്കെ ചേഞ്ച് ആവത്തുള്ളൂ. രാഷ്ട്രീയക്കാരുടെ ബുദ്ധി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, വിലയിരുത്തുക, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ജനാധിപത്യം എന്താണെന്നുള്ളതും അതിൻ്റെ മൂല്യം എന്താണെന്നുള്ളതും അത് നമുക്ക് തരുന്ന അധികാരം എന്താണെന്നുള്ളതും മനസ്സിലാക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു പാർട്ടിക്കാരൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാതെ ഇരിക്കുക. ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെറിഞ്ഞു തരുന്ന നക്കാപ്പിച്ച വാങ്ങിക്കത്ത രീതിയിലുള്ള ഗതികേട് നമ്മൾക്കുണ്ടായി എന്ന ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ വിൽക്കുകയാണ്. അതിപ്പോൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ. 10,000 രൂപ, ഒരു വോട്ടിന് 10,000 രൂപ വാങ്ങിച്ചു എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ 5,000 രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ 5,000 രൂപയിൽ നമ്മളെ വിൽക്കുന്നത് നമ്മുടെ ഈ ഒരു അന്തസ്സിനെയാണ്, നമ്മുടെ മൈൻഡിനെയാണ്, നമ്മുടെ അധികാരത്തെയാണ്. നമ്മൾക്ക് ആകെ കൂടെ ഈ രാജ്യത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആ ഒരു പവറിനെ നമ്മൾ അടിയറവ് വെക്കുകയാണ്. പൈസ കൊടുത്ത് പൈസ വാങ്ങിച്ച് നമ്മൾ ഈ ബഗേഴ്സിനെ പോലെ, നമ്മൾ ഈ അടിമകളെ പോലെ നമ്മളെ തന്നെ അവർക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ്. നമ്മൾ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്നില്ല ആരും. അപ്പോൾ ഈ പൈസ വാങ്ങിച്ച് വോട്ട് ചെയ്യുക അങ്ങനെയല്ല. നമ്മൾ നിരീക്ഷിക്കുക, ആരെ വിശ്വസിക്കണം, ആരാണ് രാജ്യത്തിന് കറക്റ്റ്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ നാടിന് കറക്റ്റ്, ആരാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അങ്ങനെ നിരീക്ഷിച്ച് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളുടെ ആധിപത്യമാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകാതെ നമ്മുടെ നാട് നന്നാവത്തില്ല. രാഷ്ട്രീയക്കാർ നന്നാക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, ആരും നന്നാക്കാൻ പോകുന്നില്ല. നമ്മുടെ നാട് നന്നാകണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ, കോമൺ പീപ്പിൾ, അവർ വിചാരിക്കണം.